മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു, പലയിടങ്ങളിലും വെള്ളം കയറിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കൂടെ പരിശോധിക്കാം. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, ഇന്നിപ്പോൾ അല്പമെങ്കിലും മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടോ? ഇന്നലെ ഉണ്ടായ വെള്ളക്കെട്ടിനൊക്കെ ഒരു പരിഹാരം ഇപ്പോൾ പരിഹാരമായിട്ടുണ്ടോ? ഒപ്പം തന്നെ പുതിയ മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് നൽകുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം? ജിൽസി, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഒരൊറ്റ മഴ പെയ്തപ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടായ ഒരു നഗരമെന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. കാരണം വാട്ടർ അതോറിറ്റി കുഴിച്ചിട്ട കുഴികൾ, അതുപോലെ തന്നെ നഗരത്തിലുടനീളം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള സമാനമായ വെള്ളക്കെട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ അടിയന്തര യോഗം തന്നെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി. ഇന്നലെ രാവിലെ പോലും വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ നിലവിൽ ഇതുവരെ ഒരു വെള്ളക്കെട്ടോ അനിഷ്ട സംഭവങ്ങളോ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്നലെ രാത്രിയിലൊന്നും തന്നെ കാര്യമായ മഴയുണ്ടായിരുന്നില്ല, നേരിയ തോതിലുള്ള മഴ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഒരു നേരിയ ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുന്നറിയിപ്പ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് വെച്ച് തന്നെ നോക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്കല്ല ശക്തമായ മഴ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ കൂടി മനസ്സിലാകുന്നത്. അതായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ്, ഇത്തരത്തിൽ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ബാക്കി 7 ജില്ലകളിലും യെല്ലോ അലർട്ടാണുള്ളത്. തിരുവനന്തപുരത്ത് അടക്കം യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇതിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിന് മുകളിലുള്ള ചക്രവാത ചുഴിയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ്. ശക്തമായ മഴ തുടരും 5 ദിവസം കൂടി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഈ ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ കാലവർഷം നേരത്തെ എത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ശക്തമായ മഴ, കാറ്റ് തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങളിൽ, മണ്ണിടിച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും ഒരു 10 മണിയോട് കൂടി തന്നെ അടുത്ത മുന്നറിയിപ്പ് വരും എന്നാണ് കരുതുന്നത്. ഈ നിലവിലുള്ള ഈ ഓറഞ്ച് അലർട്ടിലൊക്കെ തന്നെ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ കോഴിക്കോടടക്കം കൊച്ചിയിലും തൃശ്ശൂരിലും ഒക്കെ തന്നെ കാര്യമായ രീതിയിൽ മഴ ഉണ്ടാകുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ അലർട്ടുകൾ മാറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ഈ തെക്കൻ കേരളത്തിലേക്ക് മഴ മാറി നിൽക്കുന്നു. നേരത്തെ ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലാണ് പിന്നെ ഒരു ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയായിട്ട് കാണുന്നത്. അതായത് പമ്പ കക്കട്ടാറിൽ 1 മീറ്റർ വരെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ മണിയാർ ബാരേജിന്റെ ഷട്ടർ തുറക്കുന്നു എന്നുള്ളതാണ്. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഷട്ടർ തുറക്കുന്നതെങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ടുള്ള ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൊല്ലത്തൊക്കെ തന്നെ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാര്യമായ മഴ ഇപ്പോൾ ഇന്ന് രാവിലെ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ മുന്നറിയിപ്പുകൾ അറിയാൻ സാധിക്കും.